വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഹോണ്ടയുടെ ഏറ്റവും പുതിയ യൂണിക്കോൺ bs6 നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ യൂണിക്കോൺ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു വർഷം ആയിട്ടുണ്ടെങ്കിലും ഇത് അപ്ഡേഷൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ നിലവിൽ നമുക്ക് 2022 മോഡൽ നമുക്ക് പുതിയൊരു അപ്ഡേഷൻ കൂടെ വന്നിട്ടുണ്ട്. സേഫ്റ്റിയുടെ ഫീച്ചറായിട്ട് പുതിയൊരു അപ്ഡേഷൻ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ, പിന്നെ വണ്ടിയിൽ ചെയ്തിരിക്കുന്ന ഫിറ്റിംഗ്സിനെ കുറിച്ചൊരു എക്സ്പ്ലനേഷനോടെ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓണാക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വീഡിയോസ്, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നമുക്കൊന്നും നോക്കാതില്ല, നേരെ നമുക്ക് വീഡിയോട്ട് തുടങ്ങാം. അപ്പോൾ മച്ചന്മാരെ 2022 മോഡൽ യൂണിക്കോൺ bs6 ആണ് നമ്മുടെ കിട്ടിയിരിക്കുന്നത്. വണ്ടിക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് 2022 മോഡലാണ് കാണിക്കാൻ വേണ്ടി വണ്ടിയുടെ സൈഡിൽ വരുന്ന ചേസ് പ്രിന്റിൽ നമുക്ക് 2022 എന്നുള്ള സ്റ്റിക്കറിങ് കാണാൻ പറ്റുന്നതാണ്. അപ്പുറത്തെ സൈഡിൽ നമുക്ക് പഞ്ചിങ് വരുന്നുണ്ട്. ഇത് ജസ്റ്റ് സ്റ്റിക്കർ മാത്രമാണ്, വണ്ടി ഐഡന്റിഫൈ ചെയ്യാനുള്ള സ്റ്റിക്കർ മാത്രമാണ്. അതുപോലെ തന്നെ നമുക്ക് വണ്ടിക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ മെയിനായിട്ട് നമുക്ക് സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വണ്ടിയിൽ നമുക്കിപ്പോൾ സൈഡ് സ്റ്റാൻഡ് സെൻസർ വന്നിട്ടുണ്ട്. നമുക്ക് സെൻസറിൻ്റെ ഒരു ഇതിവിടെ കാണാൻ പറ്റുന്നതാണ്. സെൻസറിൻ്റെ ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റുന്നത്. സൈഡ് സ്റ്റാൻഡ് വെച്ചിട്ട് ന്യൂട്രൽ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം, പക്ഷേ ഫസ്റ്റ് ഗിയർ ഇടുന്ന സമയത്ത് വണ്ടി ഓഫായി പോകുന്നതാണ്. അതിൻ്റെ ഇൻഡിക്കേഷൻ ഒന്നും നമുക്ക് മീറ്ററിൽ വരുന്നില്ല, പക്ഷേ സെൻസർ നമുക്ക് വർക്കിംഗ് ആണ്. അതാണ് വണ്ടിയിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയൊരു മാറ്റം എന്ന് പറയുന്നത്. ഡിസൈനും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് വണ്ടി യൂണിക്കോൺ bs6 ഇപ്പോൾ റീലോഞ്ച് ചെയ്തിരിക്കുന്നത്. യൂണിക്കോൺ ഇതുവരെയുള്ള മോഡലിൽ നിന്ന് അതിൻ്റെ ഡിസൈൻ കാര്യങ്ങളിൽ നിന്ന് ഒരു വ്യത്യാസവും വരുത്തതാണ് bs4 ആയെങ്കിലും bs6 ആയെങ്കിലും വണ്ടി ഇറക്കിയിരിക്കുന്നത്. ഇതിന് മുമ്പ് ഒരു 160 മോഡൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫുള്ളായിട്ട് ഡിസൈൻ വ്യത്യാസമുള്ളൊരു മോഡലായിരുന്നു, പക്ഷേ അത് ഡിസ്കണ്ടിന്യൂ ചെയ്തു, ഇപ്പോൾ അത് ഇറങ്ങുന്നില്ല. അതിന് പകരം യൂണിക്കോൺ പഴയ 150cc വണ്ടിയിൽ പുതിയ എഞ്ചിൻ ഘടിപ്പിച്ച്, അതായത് 160cc എഞ്ചിൻ ഘടിപ്പിച്ച് ഇറക്കിയ ഒരു മോഡലാണ് bs6 വന്നത്. അതുപോലെ തന്നെ നമുക്ക് വണ്ടി എന്ന് പറയുന്നത് റോയൽ എൻഫീൽഡിൻ്റെ വണ്ടികൾ എത്ര ജനപ്രീതി നേടിയോ അത്രയും ജനപ്രീതി നേടിയ ഒരു വണ്ടിയാണ് യൂണിക്കോൺ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ bs4 നിന്ന് bs6 കൺവേർട്ട് ചെയ്ത സമയത്ത് വണ്ടി യൂണിക്കോൺ പൂർണ്ണമായിട്ടും ഹോണ്ട ഡിസ്കണ്ടിന്യൂ ചെയ്ത് പോയായിരുന്നു. വണ്ടി പിന്നെ കുറേ നാളത്തേക്ക് ഇറങ്ങിയിട്ടേ ഇല്ല. ബസ്സുകാരുടെ എണ്ണം ഒരുപാട് കൂടിയതുകൊണ്ടാണ് വണ്ടി റീലോഞ്ച് ചെയ്യാൻ ഹോണ്ട തീരുമാനിച്ചത്. അതുപോലെ തന്നെ അത് കുറച്ചുകൂടെ പെർഫോമൻസ് ബേസിലാക്കിയിട്ട് 160 എഞ്ചിൻ കൊടുത്തിട്ടാണ് വണ്ടി രണ്ടാമത് റീലോഞ്ച് ചെയ്തത്. 150 നിർത്തിയ സമയത്ത് ഒത്തിരി പേരുടെ ഒരു പരാതി ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് വണ്ടി നിർത്തി. അത്രയ്ക്ക് ജനപ്രീതി നേടിയ മോഡലാണ്. അതുപോലെ സെയിലും ഉള്ളൊരു മോഡലായിരുന്നു. ഹോണ്ടയുടെ ഏറ്റവും കൂടുതൽ സെയിൽ ഹോണ്ടയ്ക്ക് കൊണ്ടുവന്നൊരു ബൈക്ക് കൂടെയാണ് ഹോണ്ട യൂണിക്കോൺ എന്ന് പറയുന്നത്. അത് പെട്ടെന്ന് നിർത്തിയപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാണ് വണ്ടി നിർത്തിക്കളഞ്ഞത്, വണ്ടി വീണ്ടും ഇറക്കുന്നില്ലയോ എന്നൊക്കെ ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 2022 നമുക്ക് വണ്ടി വീണ്ടും റീലോഞ്ച് ചെയ്തത്. റീലോഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് വണ്ടിയുടെ പെർഫോമൻസ് കൂടിയിട്ടുണ്ട്. 160 എഞ്ചിനും കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന യൂണിക്കോൺ എന്ന് പറയുന്നത് ഒരു 150cc കാറ്റഗറി വരുന്ന വണ്ടിയായിരുന്നുവെങ്കിൽ ഇപ്പോൾ നമുക്ക് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് 160 കാറ്റഗറി പെടുന്ന ഒരു വണ്ടിയാണ്. അതുപോലെ തന്നെ 150 നിന്ന് 160 വന്നപ്പോൾ വണ്ടിക്ക് നിരവധി മാറ്റങ്ങൾ ഹോണ്ട കൊണ്ടുവന്നിരുന്നു. അതുപോലെ നമ്മുടെ ഫ്രണ്ടിലെ ഇൻഡിക്കേറ്റേഴ്സ് നോക്കിയാൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് 150 വന്നിരുന്ന ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഇൻഡിക്കേറ്റർ ആണെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടെ ഒരു ഡിസൈൻ കൂടുതലുള്ളൊരു മോഡലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയെല്ലാ ഹെഡ്ലൈറ്റും കാര്യങ്ങളും ഡൂമും എല്ലാം സെയിം ആണ്. നമുക്ക് ഫ്രണ്ടിലായിട്ട് നമുക്ക് വരുന്നത് ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്. ബാക്കിൽ നമുക്ക് മോണോഷോക്ക്, അഡ്ജസ്റ്റബിൾ മോണോഷോക്ക് കിട്ടുന്നുണ്ട്. വണ്ടിയുടെ ബ്രേക്കിങ്ങിനെ പറ്റി നോക്കിയാൽ വണ്ടിക്ക് ഫ്രണ്ട് ഡിസ്കും ബാക്കിൽ നമുക്ക് ഡ്രം ബ്രേക്കുമാണ് വരുന്നത്. അതുപോലെ തന്നെ സിംഗിൾ ചാനൽ ABS ആണ്. സേഫ്റ്റിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമുക്കിപ്പോൾ സിംഗിൾ ചാനൽ ABS വണ്ടിക്ക് വരുന്നുണ്ട് ഫ്രണ്ട്സ്. അതുപോലെ തന്നെ വണ്ടിക്ക് ബാക്കിലും ഫ്രണ്ടിലും നമുക്ക് അലോയ് വീലാണ് കിട്ടുന്നത്. നമുക്ക് വണ്ടിയുടെ കൂടെ സ്റ്റോക്കായിട്ട് നമുക്ക് ഇതിൽ കിട്ടിയിരിക്കുന്ന TVSന്റെ ടയറാണ്. ഫ്രണ്ടിൽ വരുന്നത് 80, 100, 18 ടയറും, ബാക്കിൽ നമുക്ക് വരുന്നത് 100, 90, 18 ടയറുമാണ് ബാക്കിൽ വരുന്നത്. ട്യൂബ്ലെസ് ടയർസ് ആണ് ഫ്രണ്ടിലും ബാക്കിലും വരുന്നത്. ഞാൻ ബാക്കിൽ പറഞ്ഞോളൂ, നമുക്ക് അഡ്ജസ്റ്റബിൾ മോണോഷോക്ക് നമുക്ക് കിട്ടുന്നത്. വണ്ടിയുടെ ബാക്ക് സൈഡ് നമുക്ക് നോക്കുമ്പോൾ അത്യാവശ്യം നമുക്ക് ഡിസൈനിലൊന്നും ഒരു വ്യത്യാസവും വരുത്തിയിട്ടില്ല. പഴയ അതേ ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ടയറും അത്യാവശ്യം നോർമൽ നമുക്ക് ഭംഗിയൊരു ടയറാണ് കൊടുത്തിരിക്കുന്നത്. സൈലൻസറിൻ്റെ ഭാഗം നോക്കിയാലും നമുക്ക് നേരത്തെ 150cc കണ്ടതുപോലെ തന്നെയുള്ള ഒരു സൈലൻസറാണ്. അധികം നമുക്ക് വൃത്തികേടൊന്നും കൊടുത്തിട്ടില്ല. നല്ല ഭംഗിയുള്ള ഒരു സൈലൻസർ തന്നെയാണ്. അതിൻ്റെ കൂടെ നമുക്കൊരു പ്രൊട്ടക്ടർ കൊടുത്തിട്ടുണ്ട്. സിൽവറിൻ്റെ ഒരു ഫിനിഷിങ്ങോട് കൂടിയ ഒരു നമുക്ക് കാലൊക്കെ ചവിട്ടാൻ പറ്റിയൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫുഡ് ഡ്രസ്സിലൊക്കെ നോക്കുമ്പോൾ ഫുഡ് ഡ്രസ്സ് നമുക്ക് റബ്ബറിൻ്റെ ഒരു ഫുഡ് ഡ്രസ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമുക്ക് ഫുഡ് ഡ്രസ്സ് റബ്ബറിൻ്റെ ഒരു ഫുഡ് ഡ്രസ്സാണ് വന്നിട്ട് അത്യാവശ്യം കംഫർട്ടോടെ ഒരു ഫുഡ് ഡ്രസ്സും. പിന്നെ ബ്രേക്കിംഗ് വന്നിരിക്കുന്നത് നമുക്ക് നോർമൽ പെഡൽ തന്നെയാണ് വന്നിരിക്കുന്നത്. മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. നമുക്ക് സിൽവർ ഫിനിഷിങ്ങിലുള്ളൊരു കിക്കർ ലിവർ കൂടെ നമുക്ക് വണ്ടിയിൽ വന്നിട്ടുണ്ട്. ഇതിലായിട്ട് നമുക്ക് മോണോ സസ്പെൻഷൻ എന്നൊരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ HMSI എന്ന് പറഞ്ഞ സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സൈഡിലൊരു എയർ ഇൻടേക്ക് പോലൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. കാറ്റ് കയറാനുള്ള ഒരു കൂളിംഗ് സിസ്റ്റം പോലെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഭംഗി കൂട്ടാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ സൈഡിൽ നമുക്കൊരു സിൽവറിൻ്റെ ഒരു ഫിനിഷിംഗ് ഉള്ളൊരു ഭാഗവും കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട്സ് നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഹാലജൻ ബൾബോട് കൂടിയ ഒരു ഹെഡ്ലൈറ്റാണ് വരുന്നത്. അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉള്ള ഒരു ഹെഡ്ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. യൂണിക്കോൺ നമുക്ക് 150cc സെയിം തന്നെയാണ് വരുന്നത്. ഹാലജൻ ബൾബ് തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് വരുന്നത് ഹാലജൻ ആണ്. LED വരുന്നില്ല എന്നുള്ളൊരു പോരായ്മയാണെങ്കിലും പഴയ ക്ലാസിക് ഡിസൈൻ നിലനിർത്താൻ വേണ്ടിയാണ് അവർ ഇതൊക്കെ ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നത്. സെയിം ഹാലജൻ ബൾബോട് കൂടിയ വളരെ ഭംഗിയുള്ളൊരു ഹെഡ്ലൈറ്റാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്.
നമ്മുടെ ടാങ്കിൻ്റെ ഭാഗം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് ടാങ്ക് 13 ലിറ്ററിൻ്റെ ടാങ്ക് കപ്പാസിറ്റിയാണ് കിട്ടുന്നത്. അത്യാവശ്യം നല്ലൊരു ടാങ്കിൻ്റെ ഡിസൈനാണ്, ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ 150 കണ്ട അതേ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ടാങ്ക് നമുക്ക് മെറ്റലാണ് വരുന്നത്, അതൊരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ ടാങ്കിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഹോണ്ട എന്നുള്ളൊരു എംബ്ലം കാണാം, 3D എംബ്ലമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ട്സ് നമുക്ക് നോക്കുന്നത് ഗിയർ സിസ്റ്റമാണ്. നമുക്ക് 5 സ്പീഡ് ഒരു ഗിയർ സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് താപ്പോട്ടും ഫസ്റ്റിനെ സെക്കൻഡ് ഇടയ്ക്കായിട്ട് ന്യൂട്രായിട്ടും ബാക്കിയെല്ലാം പുറമോട്ട് വരുന്നൊരു ഗിയർ സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ബാക്കിലോട്ടുള്ള ഒരു പെഡൽ വരുന്നില്ല എന്നുള്ളൊരു ഇത് വരുന്നുണ്ട്. കാരണം നേരത്തെ 150cc യൂണിക്കോണിൽ ബാക്കിലോട്ടൊരു പെഡൽ വരുന്നത്, അത് കൂടുതൽ പ്രായമുള്ളവരൊക്കെ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ഇതിനിടയിൽ കൂടെ ഇട്ട് ഗിയർ ഇടാനുള്ള ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ബാക്കിലോട്ട് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പൂർണ്ണമായിട്ട് എടുത്ത് മറ്റൊരു സിംഗിൾ, നമുക്കിപ്പോൾ ന്യൂജൻ വണ്ടികളൊക്കെ കാണുന്ന ഒരു സിംഗിൾ ഗിയർ പെഡലാണ് വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. മച്ചന്മാരെ അതുപോലെ തന്നെ ബാക്കിലായിട്ട് നമുക്കൊരു അത്യാവശ്യം നമുക്ക് ലേഡീസിനൊക്കെ ചവിട്ടിയിരിക്കാൻ പറ്റിയ ഒരു സാരി ഗാർഡ് നമുക്ക് ഹോണ്ട പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. അതിനോടുകൂടെ തന്നെ നമുക്ക് ലേഡീസിനൊക്കെ ഇരിക്കുമ്പോൾ ചവിട്ടി ഇരിക്കാൻ പറ്റിയൊരു സെക്ഷനും കൊടുത്തിട്ടുണ്ട്. പുതിയ ന്യൂജൻ വണ്ടികളൊന്നും കാണാത്തൊരു സംഭവമാണ്. അതിപ്പോഴും ഹോണ്ട യൂണിക്കോണിൽ നിലനിർത്തിയിട്ടുള്ളതിൻ്റെ ഒരു കാരണം ഇതൊരു ഫാമിലി വെഹിക്കിളാണ്. ഫാമിലി വെഹിക്കിളിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇതിൽ നമുക്ക് ലേഡീസിന് ചവിട്ടിയിരിക്കാനുള്ള ഓപ്ഷനും കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഫ്രണ്ട്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് സേഫ്റ്റിയുടെ സൈഡ് സ്റ്റാൻഡ് സെൻസർ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞത് ഏറ്റവും സേഫ്റ്റിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫീച്ചറാണ്. നമുക്ക് ഇനിയും വരാൻ പോകുന്ന, അതായത് ഇനിയും പ്രൊഡക്ഷനിൽ വരാൻ പോകുന്ന എല്ലാ ബൈക്കുകളിലും സ്കൂട്ടറുകളിലും സൈഡ് സ്റ്റാൻഡ് സെൻസർ സർക്കാർ നമുക്ക് നിയമപരമാക്കി കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ ഇത് വെക്കാതെ നമുക്ക് ഇനി വണ്ടി ഇറക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു നിയമം വരുന്നുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള പ്രൊഡക്ഷനുള്ള എല്ലാ വണ്ടികളിലും ഇൻബിൽറ്റ് ആയിട്ട് നമുക്ക് സൈഡ് സ്റ്റാൻഡ് സെൻസർ കാണാവുന്നതാണ്. അപ്പോൾ അതിൽ മുന്നോടിയായിട്ട് തന്നെ ഹോണ്ട നമുക്ക് ഇതിലിപ്പോൾ സെൻസർ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ് അതുപോലെ നമുക്ക് വണ്ടിയുടെ ഹാൻഡിൽ ബാർ മീറ്റർ സിസ്റ്റം ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ നോർമലായിട്ടുള്ള, നമുക്ക് നേരത്തെ കണ്ടിട്ടുള്ളതിൽ ഒരു മാറ്റമില്ല, സെയിം സാധനം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. നമുക്ക് സ്വിച്ചിൻ്റെ ഭാഗം ഹാൻഡിൽ ബാറിൻ്റെ ഭാഗം എടുത്ത് നോക്കിയാൽ അത്യാവശ്യം നീറ്റായിട്ടുള്ള ഹാൻഡിൽ ബാറാണ്. സിൽവർ ഫിനിഷിങ്ങോട് കൂടി ഹാൻഡിൽ ബാർ വരുന്നുണ്ട്. നമുക്ക് മിറർസ് ആയാലും അത്യാവശ്യം വിസിബിലിറ്റി കിട്ടുന്ന ആ സെയിം ഡിസൈനുള്ളൊരു മിറർസ് തന്നെയാണ് കിട്ടുന്നത്. മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ക്ലച്ച് ലിവർ അതും സെയിം തന്നെയാണ്, മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ വരുന്നത് നമുക്ക് സ്വിച്ചിൻ്റെ ഭാഗം നോക്കിയാൽ പാസിനൊരു സ്വിച്ച് വരുന്നുണ്ട്, ഡിമ്മിനും ബ്രൈറ്റിനും ഒരു സ്വിച്ച് വരുന്നുണ്ട്, ഇൻഡിക്കേറ്റേഴ്സിന് ഒരു സ്വിച്ച് വരുന്നുണ്ട്, അതുപോലെ ഹോണിനും ഒരു സ്വിച്ച് വരുന്നുണ്ട്. ഹോൺ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഹോണാണ്. അതുപോലെ മീറ്ററിൻ്റെ ഭാഗം എടുത്ത് നോക്കിയാൽ നമുക്ക് RPM ഒരു മീറ്റർ വരുന്നുണ്ട്, സ്പീഡോമീറ്റർ വരുന്നുണ്ട്, നമുക്ക് ഓഡോമീറ്റർ വരുന്നുണ്ട്. അത് കൂടാതെ അഡീഷണൽ ആയിട്ട് നമുക്കൊരു ട്രിപ്പ് മീറ്ററും വണ്ടിയിൽ വരുന്നുണ്ട്. നമുക്ക് ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫ്യൂവലിൻ്റെ ഒരു ഇൻഡിക്കേഷൻ വരുന്നുണ്ട്. അതുപോലെ വണ്ടിയുടെ എഞ്ചിൻ്റെ വാണിംഗ് ഒരു ലൈറ്റ് കത്തുന്നുണ്ട്, ന്യൂട്രലുണ്ട്, ഇൻഡിക്കേറ്റർ ഉണ്ട്, ഡിമ്മും ബ്രൈറ്റിൻ്റെ ഒരു ലൈറ്റും മീറ്ററിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മീറ്ററിൽ നമുക്ക് ട്രിപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. ഹാൻഡിലിൻ്റെ വലത്തുവശം നോക്കുമ്പോൾ നമുക്കൊരു കിൽ സ്വിച്ചാണ് നമുക്ക് കാണുന്നത്. പിന്നെ സെൽഫിൻ്റെ ഒരു സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഇത്ര സ്വിച്ചസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എന്തുകൊണ്ടും പുതിയൊരു 2022 മോഡൽ അപ്ഡേഷൻ ഒന്നും തന്നെ വരുത്തിയിട്ടില്ല, സെയിം തന്നെയാണ്. ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു ഒരു ഡിജിറ്റൽ മീറ്റർ വരും എന്നുള്ളത്. ഡിജിറ്റൽ മീറ്റർ വന്നിട്ടില്ല. അതുപോലെ മൊബൈൽ ചാർജിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കണക്ഷനോ ബ്ലൂടൂത്ത് ഓപ്ഷനോ ഒന്നും വണ്ടി വന്നിട്ടില്ല. കാരണം ഇതൊരു ക്ലാസിക് ലെജൻഡ് വണ്ടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് 1,32,000 രൂപ അല്ലെങ്കിൽ 33,000 രൂപയാണ് വണ്ടിക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ആ പ്രൈസിൽ നമുക്ക് ഈ വണ്ടി വാല്യൂ ഫോർ മണി തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. കീ ഓണാക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന ലൈറ്റ്സ് ഇതൊക്കെയാണ്. ABSൻ്റെ ഒരു ലൈറ്റ് ഉണ്ട്, ന്യൂട്രൽ ഉണ്ട്, നമുക്ക് ഇൻഡിക്കേറ്റർ, ഡിമ്മും ബ്രൈറ്റ്, എൻജിൻ വാണിംഗ്, ഇതൊക്കെ ഓണാക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. കുറച്ചുപോലെ വണ്ടിയുടെ താക്കോൽ ഓണാക്കി കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് നമുക്ക് ഓട്ടോമാറ്റിക് എല്ലൈറ്റാണ് വരുന്നത്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത ഉടനെ നമുക്ക് എല്ലൈറ്റ് കത്തി കിടക്കുന്നതാണ്. അത് നമുക്ക് ഹാലജനാണ് വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും ഹാലജനാണ് വരുന്നത്. അത്യാവശ്യം മനോഹരമായിട്ടൊരു ഡിസൈനാണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ബാക്കിൽ നമുക്ക് സൈലൻസറിൻ്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടൊരു സൗണ്ടാണ്. അത്ര ഭീകര സൗണ്ടൊന്നും പറയാൻ പറ്റത്തില്ലെങ്കിലും നല്ലൊരു സൗണ്ടാണ് വണ്ടിയിൽ നിന്ന് വരുന്നത്. ഇനിയാണ് മച്ചന്മാരെ ഒരുപാട് പേര് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, വണ്ടിയുടെ എക്സ്ട്രാ ഫിറ്റിങ്സ് എന്തൊക്കെയാണ് നമുക്ക് വരുന്നതെന്നുള്ളൊരു ചോദ്യം. ഞാൻ ഇതിന് മുമ്പ് യൂണിക്കോണിൻ്റെ ഫസ്റ്റ് റിവ്യൂ ചെയ്യുന്ന സമയത്ത് എല്ലാവരും ചോദിച്ചിരുന്നൊരു ഇതാണ്, എന്തൊക്കെ ഫിറ്റിങ്സ് ആണ് നമുക്ക് വണ്ടിയിൽ വരുന്നത്. ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് ഒരു ക്രാഷ് കാർഡാണ്. ഏകദേശം 850 രൂപ റേഞ്ച് വരുന്ന ഹോണ്ടയുടെ ഒരു ക്രാഷ് കാർഡാണ് വരുന്നത്. അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷൻ തരുന്ന ഒരു ക്രാഷ് കാർഡാണ്. ടാങ്കിൻ്റെ കുറച്ചുകൂടെ നീങ്ങിയിരിക്കുന്ന ഒരു ക്രാഷ് കാർഡാണ്. അത്യാവശ്യം മറിഞ്ഞ് വീണാലും വണ്ടി ടാങ്കിനൊന്നും പറ്റാത്ത രീതിയിൽ പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു ക്രാഷ് കാർഡാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കാണാം, അതും ബ്ലാക്ക് ഫിനിഷിൽ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ സിൽവർ കളറിൽ നമുക്ക് ക്രാഷ് കാർഡ് അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് വണ്ടിയുടെ ഹാൻഡിൽ ഗ്രിപ്പാണ്. ഏകദേശം ഒരു 75 രൂപയാണ് ഹോണ്ടയുടെ ഒറിജിനൽ ഹാൻഡിൽ ഗ്രിപ്പ് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ടാങ്ക് കവർ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളുള്ള ടാങ്ക് കവറാണ് വരുന്നത്. നമുക്ക് അതിൽ അത്യാവശ്യം നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ടാങ്ക് കവർ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് സീറ്റ് കവർ വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സീറ്റ് കവറാണ് വരുന്നത്. ടാങ്ക് കവറിന് ഏകദേശം 200 രൂപയാണെങ്കിൽ നമുക്ക് സീറ്റ് കവർ വരുമ്പോൾ ഏകദേശം 480 രൂപ അല്ലെങ്കിൽ 450 രൂപ അടുപ്പിച്ച് സീറ്റ് കവറിന് വരുന്നുണ്ട്. ഇവിടെ നിയമപ്രകാരം നമുക്ക് ലേഡീസ് ഹാൻഡിൽ വണ്ടിയുടെ എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കണം എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്കൊരു ലേഡീസ് ഹാൻഡിലും വരുന്നുണ്ട്. അത് നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ബാക്കിലിരിക്കുന്ന ലേഡീസിനെ പിടിച്ചിരിക്കാൻ പറ്റുന്ന ഒരു ലേഡീസ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് നമ്പർ പ്ലേറ്റിനെ പറ്റിയാണ്. നമ്മൾ ഷോറൂമിൽ നിന്ന് വണ്ടി ഇറക്കുന്ന സമയത്ത് തന്നെ വണ്ടിയിൽ നമുക്ക് നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ചിരിക്കണം എന്നുള്ളത് RTOയുടെ നിയമമാണ്. ആ നമ്പർ പ്ലേറ്റിൽ തന്നെ ഒരു പ്രത്യേക കോഡ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. AI എന്നെഴുതിയൊരു കോഡും കൊടുത്തിട്ടുണ്ട്.
പിന്നെ നമുക്ക് ബാക്കിൽ അത്യാവശ്യം വണ്ടിയുടെ കളറിനോട് ചേരുന്നതിന് ഒരു ഗ്രാബ്രയിലും വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഭംഗിയുള്ള ഒരു ഗ്രാബ്രയർ തന്നെയാണ്, യൂസ്ഫുൾ ആണ്. എന്നാൽ സാധനങ്ങളൊക്കെ ക്യാരി ചെയ്യാൻ പറ്റുന്ന മോഡൽ അല്ല എന്നുള്ളൊരു പോരായ്മയാണ്. കുഴപ്പമില്ല, എന്നാലും ബാക്കിൽ ഇരിക്കുന്നവർക്കൊക്കെ പിടിച്ചിരിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ഗ്രാബ്രയിലിനും കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റേ ബാക്കിലെ സൈഡ് കൗളിലായിട്ട് നമുക്ക് യൂണിക്കോൺ എന്നുള്ളൊരു സ്റ്റിക്കറാണ് നമുക്ക് വരുന്നത്. അതും സിൽവർ കളറിൽ വരുന്നൊരു സ്റ്റിക്കർ നമുക്ക് വരുന്നുണ്ട്. ഇതൊരു 3D എംബ്ലം ആക്കിയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരുന്നു വണ്ടിക്ക്. നെഗറ്റീവ് പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ അത്ര വലിയ നെഗറ്റീവ് ഒന്നും ഇല്ലെന്ന് പറയാം. കാരണം ഇതൊരു ഫാമിലി വെഹിക്കിളാണ്, ഫാമിലിക്ക് വേണ്ടി ഇറങ്ങുന്ന വണ്ടിയാണ്. കൂടുതൽ നമ്മൾ ഈ വണ്ടി യൂസ് ചെയ്യുന്നത് ഒരു സിറ്റി റൈഡിനും അല്ലെങ്കിൽ നമുക്ക് ഒരു സ്ഥാപനത്തിൽ ജോലിയുണ്ട്. അപ്പോൾ എക്സിക്യൂട്ടീവ് ലെവൽ ഒരു വണ്ടിയാണ് നമുക്കിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ നെഗറ്റീവ് ഒന്നുമില്ല. എക്സിക്യൂട്ടീവ് ലെവൽ വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് സിറ്റി ടു സിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഓടിക്കാനുള്ള ഒരു വണ്ടിയാണ്. ലോങ് ടൂറൊക്കെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കൊണ്ടുപോകാൻ പറ്റും. കാരണം അതിന് കേബിളായിട്ടൊരു വണ്ടിയാണ്. അത്യാവശ്യം നല്ല കംഫർട്ട് വരുന്നുണ്ട്. എന്നാൽ കൂടുതലും ഈ വണ്ടി യൂസ് ചെയ്യുന്നത് ഒരു എക്സിക്യൂട്ടീവ് ലെവൽ ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഈ വണ്ടിയുടെ ആ പഴയ ഡിസൈൻ തന്നെ നിലനിർത്തിയത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെടുന്നതും ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർ തന്നെയാണ്. എന്തുകൊണ്ട് നിർത്തിയ വണ്ടി സ്റ്റൈലിഷ് ആയിട്ടൊരു വണ്ടിയായിരുന്നു, അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ളൊരു വണ്ടിയായിരുന്നു. അതുകൊണ്ടാണ് വണ്ടി റീലോഞ്ച് തന്നെ ചെയ്തത്. വണ്ടിക്ക് ഡിജിറ്റൽ മീറ്റർ വരുന്നില്ല എന്നുള്ളൊരു നെഗറ്റീവ് പോയിന്റ് അല്ല, അത് ആരും നെഗറ്റീവായിട്ട് കരുതുകയും ചെയ്യരുത്. കാരണം വണ്ടിയുടെ ക്ലാസിക് ഡിസൈൻ നിലനിർത്താൻ വേണ്ടിയാണ് അവർ പഴയ മോഡലുള്ള റൗണ്ട് ഷേപ്പിലുള്ള മീറ്റർ ഭാഗങ്ങളെല്ലാം നിലനിർത്തിയത്. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് ആയാലും ഇൻഡിക്കേറ്റേഴ്സ് ആയാലും എല്ലാം പഴയ മോഡൽ നിലനിർത്തിയത് വണ്ടിയുടെ ഒരു ക്ലാസിക് ലെജൻഡ് ലുക്ക് നിലനിർത്താൻ വേണ്ടി മാത്രമാണ്. അപ്ഡേഷൻ കൊണ്ടുവന്നാൽ കൂടുതലും പ്രൈസ് കൂടും. അപ്പോൾ 1,32,000 രൂപയ്ക്ക് ഒരു വാല്യൂ ഫോർ മണി തന്നെയാണ് വണ്ടി. 160cc എന്ന് പറയുന്നെങ്കിലും 162.7 cc എഞ്ചിനാണ് വണ്ടിക്ക് വരുന്നത്. അതുപോലെ തന്നെ 4 സ്ട്രോക്ക് SI bs6 എഞ്ചിനാണ് വണ്ടിക്ക്. അതുപോലെ സിംഗിൾ സിലിണ്ടറാണ്. വണ്ടിയുടെ മാക്സിമം പവർ എന്ന് പറയുന്നത് 12.91 PS അറ്റ് 7500 RPM. വണ്ടിയുടെ മാക്സിമം പവർ എന്ന് പറയുന്നത് 14 Nm മറ്റ് 5500 RPM. വണ്ടിക്ക് വരുന്ന ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത് 2081 mm. വണ്ടിയുടെ വിക്ത് എന്ന് പറയുന്നത് 756 mm. വണ്ടിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 1103 mm ആണ്. വണ്ടിയുടെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ 13 ലിറ്റർ കപ്പാസിറ്റിയാണ്. വണ്ടിയുടെ സാഡിൽ ഹൈറ്റ് എന്ന് പറയുന്നത് 798 mm ആണ്. വണ്ടിക്ക് വരുന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് പറയുന്നത് 187 mm. വണ്ടിയുടെ വീൽ ബേസ് വരുന്നത് 1335 mm. വണ്ടിക്ക് വരുന്ന മൊത്തത്തിലുള്ള വെയിറ്റ് എന്ന് പറയുന്നത് 140 കിലോയുമാണ്. നമ്മൾ ഇതിലൂടെ വണ്ടിയുടെ ഒരു പുള്ളിംഗ് ടെസ്റ്റ് നടത്തിയായിരുന്നു. വണ്ടിയുടെ പുള്ളിംഗ് എന്ന് പറയുന്നത് മാരക പുള്ളിംഗാണ്. 160cc കാറ്റഗറിയിൽ പെടുന്ന ഏതൊരു വണ്ടിയുടെയും അത്രയും തന്നെ പെർഫോമൻസ് വണ്ടിയുടെ പുള്ളിംഗ് സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. നമുക്കൊരു സെക്കൻഡ് ഗിയറിലും അനായാസം കയറ്റമൊക്കെ കയറി പോകുന്നുണ്ട്, സെക്കൻഡ് തേർഡ് ഗിയറിലൊക്കെ അനായാസം. അതുപോലെ മച്ചന്മാരെ വണ്ടി ഇന്ന് നമുക്ക് തന്നിട്ടുള്ളത് നമ്മുടെ മുത്തൂറ്റ് ഹോണ്ട കോന്നിയാണ്. അപ്പം കോന്നിയിലെ ഒരു എക്സിക്യൂട്ടീവിൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നതാണ്. വണ്ടി ആവശ്യമുള്ള ഏതെങ്കിലും എൻ്റെ കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്സിക്യൂട്ടീവിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ടെസ്റ്റ് ഡ്രൈവോ അല്ലെങ്കിൽ വണ്ടി ബുക്ക് ചെയ്യാനുള്ള ആവശ്യങ്ങൾക്ക് അത് ഹോണ്ടയുടെ ഏത് വണ്ടിയും ആയിക്കോട്ടെ. ഹോണ്ടയുടെ ആക്റ്റീവ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നമ്പർ 1 സെയിലായിട്ടുള്ളൊരു വാഹനമാണ് ആക്റ്റീവ. അതുപോലെ ഡിയോ ഉണ്ട്, ഗ്രാസിയ ഉണ്ട്, ആക്റ്റീവ 125 ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ bs6 വാഹനങ്ങളും ഹോണ്ടയുടെ ഷോറൂമിൽ നമുക്ക് അവൈലബിൾ ആണ്. കോന്നിയിൽ അവൈലബിൾ ആണ്, ബുക്കിംഗ് ഉണ്ട്. നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവോ അതുപോലെ വണ്ടി വാങ്ങാൻ ആഗ്രഹമുള്ള തീർച്ചയായിട്ടും ഞാൻ തരുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ മച്ചന്മാരെ, ഇതൊക്കെയാണ് ഹോണ്ട യൂണിക്കോൺ bs6 2022 വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓണാക്കി വെക്കുമെന്നാൽ ഞാൻ പറഞ്ഞ പോലെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളത് കണ്ടിട്ടാണ് അടുത്ത വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിന് വരെ ബൈ.